പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണല്ലോ. അനന്തരം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ അവരുടെ മനസ്സ് അവൻ തുറന്നു. ഈശോ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, വിശുദ്ധ പീഡ സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും പാപമോചനത്തിനുള്ള മാനസാന്തരം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ. ഈശോ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ ഈശോ അവരിൽ നിന്നും അകലുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവർ ഈശോയെ ആരാധിച്ചു. വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാ ദേവാലയത്തിൽ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ചില പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ദ്വീപുകളിലൊക്കെ അഗ്നിബാധ അല്ലെങ്കിൽ ഭൂമികുലുക്കം, ജലപ്രളയം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അത്യാഹിതമുണ്ടാകുമ്പോൾ സർക്കാർ ചില റെസ്ക്യൂ മിഷൻ നടത്താറുണ്ട്. അതായത് പ്രത്യേക പരിശീലനം കിട്ടിയ ചില ആളുകളെ അവിടേക്ക് അയക്കുന്നു. അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് അപായം ഉണ്ടായിക്കൊണ്ട് പോലും അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ ഒരു റെസ്ക്യൂ മിഷനാണ് ഈശോയുടെ ദൗത്യം. അതായത് ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തത് മുതൽ ഇങ്ങോട്ട് മനുഷ്യകുലത്തിന് വളരെയേറെ പ്രതിബന്ധങ്ങളുണ്ടായി. പിന്നെ സാത്താൻ്റെ കൂടി ഭരണമായി. അങ്ങനെ തിന്മയുടെ ശക്തികൾ മനുഷ്യനെ സ്വാധീനിച്ചപ്പോൾ അതിൽ നിന്നും അവർക്ക് വിമോചനം കൊടുക്കുവാനും എങ്ങനെയാണ് അവർ ഈ ലോകത്തിലെ തിന്മകളോട് പോരാടേണ്ടത് എന്നതിനെ മാതൃക കാണിച്ചു കൊടുക്കാനും വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഈശോ വരുമ്പോൾ സഹനത്തിലൂടെ പീഡാനുഭവത്തിലൂടെ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനേക്കാൾ ഉപരിയായി ഈശോ അനുഭവിക്കുകയും ഈശോ നമുക്ക് വേണ്ടി രക്തസാക്ഷിയാവുകയും മരിച്ചവരിൽ നിന്ന് ഉയർന്നുകയും അവസാനം തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്വർഗാരോഹണ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. അങ്ങനെ ഈശോ തന്റെ അവസാന സമയത്ത്, അതായത് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പരിശീലനം കൊടുത്തു. അതിനുശേഷം ആ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടി എന്നിട്ട് ബഥാനിയയിലേക്ക്, അതായത് ഒഴുകുമലയിലുള്ള ഒരു പ്രത്യേക ഏരിയയിലേക്ക് അവരെ കൊണ്ടുപോയി. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പരസ്യം ചെയ്ത കാലത്ത് ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ എന്നെക്കുറിച്ച് വിശുദ്ധയെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ബൈബിള് ക്രിസ്തോ സെൻട്രിക്കാണ്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. പഴയ നിയമം മുഴുവൻ ഈശോയിലേക്കും അതിനുശേഷം പുതിയ നിയമം ഈശോയെ കുറിച്ചുമാണ് പറയുക. അങ്ങനെ പഴയ നിയമത്തിന്റെ മുഴുവനും പൂർത്തീകരണമാണ് എൻ്റെ ദൗത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ കണ്ണുകൾ തുറന്നു. നമ്മൾ വെറുതെ ബൈബിൾ വായിച്ചാൽ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ അതിൽ ഇൻസ്പയർഡ് ആകും. നമുക്ക് അതിൽ കൂടുതൽ ആഴമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ബൈബിള് വ്യാഖ്യാനം നമുക്ക് ആവശ്യമായി വരിക. കാരണം 2000 വർഷങ്ങൾക്ക് മുൻപ് പല പശ്ചാത്തലത്തിൽ അതിന് മുമ്പും ഒക്കെ എഴുതപ്പെട്ടതായ വചനം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ അരൂപിയും കൂടി നമ്മളിലൂടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈശോ പറയുകയാണ്, മനുഷ്യപുത്രനെ സഹിക്കേണ്ടിയിരിക്കുന്നു, അതിനുശേഷം അവൻ മരിച്ച് ഉദ്ധാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലോക ജീവിതത്തില് നമ്മൾ ഏത് ജീവിതാന്തസ്യപ്പെട്ടവരാണെങ്കിലും ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ നമുക്ക് സഫറിങ്ങുമുണ്ട്, സന്തോഷങ്ങളുമുണ്ട്, ആനന്ദവുമുണ്ട്. ഉദാഹരണമായിട്ട് പൂർവ്വപിതാവായ അബ്രഹാം
ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നെങ്കിലും ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞതിലൂടെ ഇതുമാത്രം മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ അവസാനം അദ്ദേഹത്തിന് വിമോചനമുണ്ടായി. കാരണം തിരിച്ച് ഇസ്ഹാക്കിനെ ദൈവം തിരികെ കൊടുക്കുകയാണ്. യോബിന്റെ നീതിമാനായിരുന്ന യോബ് അദ്ദേഹം വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കാരണം ഒരു പരീക്ഷണത്തിലൂടെ പോയതാണ്. പക്ഷേ അവൻ എന്തുമാത്രം മുതലുണ്ടായിരുന്നോ അതിന് ഇരട്ടി അതിനുശേഷം ദൈവം കൊടുക്കുന്നുണ്ട്. പഴയ നിയമത്തില് യാക്കോബിന്റെ 11ാമത്തെ മകനായിരുന്ന ജോസഫ് അദ്ദേഹത്തിന്റെ മറ്റ് 10 സഹോദരന്മാർ അവരോടുണ്ടായിരുന്ന വിദ്വേഷം മൂലം ഈജിപ്തിലേക്ക് അവനെ ഈജിപ്തുകാർക്ക് വിറ്റ് അവിടെ അടിമയായി കഴിഞ്ഞ് അവന് പിന്നീട് പ്രധാനമന്ത്രിയായി ഫറവോയുടെ പ്രധാനമന്ത്രിയായി അവന്റെ മുമ്പിൽ പോയി മറ്റുള്ളവര് വണങ്ങുന്ന അവസ്ഥയിലേക്ക് വരികയും അവനവിടെ വളരെ പ്രതാപത്തോടുകൂടി ഭരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മോശയുടെ ജീവിതത്തിലും ധാരാളം വലിയൊരു പദവി കൊടുത്തെങ്കിലും വളരെയേറെ പ്രതിബന്ധങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ദൈവത്തോട് എന്തുമാത്രം വിശ്വസ്ത പുലർത്തുന്നു, സഭയോട് എന്തുമാത്രം ചേർന്ന് പ്രവർത്തിക്കുന്നു, എങ്കിലും എൻ്റെ ജീവിതത്തിലും ഈ ഇങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുക, ഇത് നമ്മളുടെ ഈ ഈശോയുടെ റെസ്ക്യൂ മിഷനിൽ നമ്മളും പങ്കുകാരാകണം. ഈ ലോകത്തിലെ തിന്മകളോട് പോരാടുന്ന കാര്യത്തിൽ നമ്മളും ഈശോയോട് ചേർന്ന് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ആ പ്രതിബന്ധങ്ങൾക്ക് ശേഷം നമുക്ക് വരുവാനിരിക്കുന്ന മഹത്വം ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ തന്നെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ എത്തിച്ചേരുന്നവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ദൗത്യം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലായിടത്തും പോകണം. ലോകത്തിലുള്ള എല്ലാ ജനതകളോടും, യഹൂദന്മാർക്ക് മാത്രമല്ല എല്ലാ ജനതകളോടും ഈ സുവിശേഷം അറിയിക്കണം. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ ഒരു സക്സഷൻ പ്ലാനാണ് ഈ ശിഷ്യന്മാരെ ഈ ദൗത്യം ഏൽപ്പിക്കുക. ആ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈശോയുടെ ആ ശിഷ്യൻ ഉണർത്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ദൗത്യമാണ് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഇടവക സമൂഹത്തെയും നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആളുകളെയും മറ്റ് മിഷൻ രംഗങ്ങളിലുള്ളവരെയും ഒക്കെ ഈശോയുടെ ആ വചനം അറിയിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയല്ല, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാലും ഞാൻ ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇങ്ങോട്ടായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പറയും. ആ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കണം. ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം വെളിപ്പെടുത്തി തന്നോ അവയെക്കുറിച്ച് വ്യക്തത നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ധൈര്യത്തോടുകൂടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. നമുക്കറിയാം, എല്ലാ അപ്പോസ്തലന്മാരും ആദിമ സഭയിലുള്ള മാർപ്പാപ്പന്മാരും അതുപോലെ തന്നെ ധാരാളം മറ്റു ആളുകളും രക്തസാക്ഷികൾ ആയിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം ധൈര്യം കൊടുത്തത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിലാണ് അവർ നിറഞ്ഞത്. അതിനുശേഷം ഈശോ തന്റെ കരങ്ങൾ ഉയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാനമേഘങ്ങളിൽ ഈശോ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ഈശോ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുകയും ചെയ്യുന്നു. വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡാണ്. പിതാവായ ദൈവത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡായിട്ട് വലതുവശത്ത് ഇരിക്കുകയാണ്. അപ്പോഴേ ശിഷ്യന്മാർക്ക് ഉള്ളിൽ ആനന്ദമുണ്ടായി. അതുവരെ സന്തോഷമാണ്. നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകും. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ദരിദ്രരെ സഹായിക്കുമ്പോൾ, രോഗികളെ പരിചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി, ഒരു ആനന്ദമാണ്. അതാണ് ജോലി ഹാപ്പിനെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറയുകയാണെങ്കിൽ അപ്പോസ്തലന്മാർക്ക് അതോടുകൂടി ആനന്ദമായി. അവർ ഈശോയെ ആരാധിച്ചു. അതുവരെ അവർ ഈശോയെ ബഹുമാനിച്ചെങ്കിലും ഇപ്പോൾ അവർ ഈശോയെ ദൈവമായിട്ട് ആരാധിച്ചു. എന്നിട്ട് അവര് ജെറുസലേമിൽ ദേവാലയത്തിൽ പോയി സദാസമയവും പ്രാർത്ഥനയിൽ വ്യാപൃതരായിരുന്നു. ഇതാണ് നമ്മൾ ക്രൈസ്തവർ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ മതപുസ്തകത്തിന്റെ ആളുകൾ സ്വീകരിച്ചു. അതാണ് ഞായറാഴ്ച നമ്മളെ അനുസ്മരിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും ലോകത്തിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി ഒരു ഭയവുമില്ലാതെ ജീവൻ പോലും പണയം കൊടുത്തിക്കൊണ്ട് വചനം പ്രഘോഷിക്കുകയും അനവധി ആളുകളെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. ഈശോ ഒരു കാര്യം കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ആഗമനത്തിൽ ഈ പുതിയ സാധാരണ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് പുതിയ രാജ്യം, പുതിയ ആകാശം, പുതിയ ഭൂമി സ്ഥാപിക്കും. അതുവരെ നിങ്ങൾ ഈ ലോകത്തിൽ ഞാൻ എപ്രകാരം നിങ്ങൾക്ക് മാതൃക കാണിച്ചോ, നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ സഹനത്തിലൂടെ കടന്നുപോയെങ്കിൽ, നിങ്ങളുടെ പാദത്തിൽ കഴുകിയെങ്കിൽ നിങ്ങൾ ഇതൊക്കെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവം നമ്മളെല്ലാവരെയും ഉയർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഈശോ തന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നു. മറ്റൊന്ന്, അതോടുകൂടി അവസാനിക്കുകയല്ല, പരിശുദ്ധാത്മാവിനെ താഴേക്ക് ഭൂമിയിലേക്ക് അയക്കുന്നു. മൂന്നാമതായിട്ട് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരായ നമ്മൾ മാമോദീസായിലൂടെയും സൈലലേഖനത്തിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവിനെ
ഉദാശകളോട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമ്മൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും നമ്മുടെ സേവനം എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ കുടുംബങ്ങളിൽ ആരംഭിച്ച്, നമ്മുടെ ഇടവകളിൽ ആരംഭിച്ച് ഈ ലോകത്തിലേക്ക് മുഴുവൻ നമ്മുടെ സ്വാധീനം, നന്മയുടെ ആ പ്രതികരണം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. കാരണം ഇന്ന് ഈശോയുടെ കരങ്ങളായിട്ട്, ഈശോയുടെ നാവായിട്ട്, ഈശോയുടെ പാദങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ടവർ പഴയ അപ്പസ്തലന്മാരായിരുന്നെങ്കിൽ, അന്നത്തെ ആത്മസഭയിൽപ്പെട്ടവരാണെങ്കിൽ ഇന്ന് നമ്മളിലൂടെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ഈ ഈശോയുടെ ആ സ്വാധീനം നമുക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് ഞാൻ പറയേണ്ട ഒരു വാർത്തയാണ്. നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹിന്ദുവാണ്, പക്ഷേ ആദം വേർ ആർ യു, ആദം നീ എവിടെ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയാണ് പറയുന്നത്. ഒരു ഹൈന്ദവൻ പോലും ഇതുമാത്രം ക്രൈസ്തവ സ്വാധീനം, ഒരുപക്ഷെ കേരള കോളേജ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് ഒരു സ്വാധീനമാണ്. അങ്ങനെ നമ്മൾ ലോകത്തിലേക്ക് ഈ ക്രിസ്തുവിന്റെ സ്വാധീനം എത്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ സങ്കുചിത മനോഭാവത്തോടുകൂടി ഇരിക്കേണ്ടവരല്ല, മറിച്ച് ലോകത്തിലേക്ക് ഈ ക്രൈസ്തവ സ്വാധീനം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുക. നമുക്ക് വേണ്ടത് ഒരു ഭക്ഷണം കഴിക്കുന്നതിലൂടെ, സ്ഥാനം കിട്ടുന്നതിലൂടെ, വലിയ ബംഗ്ലാവ് വാങ്ങിക്കുന്നതിലൂടെ, വലിയ വാഹനം വാങ്ങിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷമല്ല, മറിച്ച് പങ്കുവയ്ക്കുന്നതിലൂടെയുള്ള ആനന്ദം. ആ ആനന്ദമാണ് ഈ സ്വർഗ്ഗാരോഹണ തിരുനാളിൽ നമുക്ക് ഉണ്ടാകുന്നത്.